യുവജനങ്ങൾക്ക് മാസം 1000 രൂപ, സ്ത്രീ സുരക്ഷാ ക്ഷേമ പെൻഷൻ, അതുപോലെ ക്ഷേമ പെൻഷൻ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തൊഴിലന്വേഷിക്കുന്ന യുവജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ സർക്കാരിൻ്റെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയായ പ്രജ്വലിക്ക് തുടക്കം. കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി ഉറപ്പാക്കുമെന്ന സർക്കാർ നയത്തിൻ്റെ ഭാഗമായാണ് പ്രജ്വല സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത്. ഒരു വർഷത്തേക്ക് മാസം 1000 രൂപ വീതമാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക. 5 ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് പരിഗണനയിലാണ്. അക്കാദമിക് തലത്തിലെ അപേക്ഷകരുടെ എണ്ണം കണക്കിലെടുത്താണ് സ്കോളർഷിപ്പ് വിതരണം. നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതുമായ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവരുമാണ് ഗുണഭോക്താക്കൾ. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. അടുത്ത അറിയിപ്പ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ്. അപേക്ഷയോടൊപ്പം ഗുണഭോക്താക്കളുടെ IFSC കോഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ വിവരങ്ങൾ എന്നിവയും നൽകണം. സർക്കാർ നടപ്പാക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളിലൊന്നും ഗുണഭോക്താക്കളാകാത്ത AAY പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ട്രാൻസ് വുമണിനും അർഹതയുണ്ടാകും. സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവരായിരിക്കണം. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വിവിധതരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്. നവംബർ മാസം 3600 രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിച്ചേരുക. നവംബർ 20 മുതലാണ് വിതരണം ആരംഭിക്കുക. നവംബർ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2000 രൂപയോടൊപ്പം നിലവിൽ ബാക്കിയുള്ള ഒരു ഗഡു കുടിശ്ശിക 1600 രൂപയും കൂടി ചേർത്താണ് 3600 രൂപ ലഭിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.